2020 വേൾഡ് കപ്പ് ഫൈനൽ നാളെ അഹമ്മദാബാദിൽ നടക്കുകയാണ്. അപ്പോൾ നാളെ നടക്കുന്ന ഈ കളിയിൽ ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് നേരിടുന്നത്. ഈ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? ഇന്ത്യയുടെ ടീമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? എന്താണ് രമേശിന് തോന്നുന്നത്? അല്ല, സൂപ്പർ എയ്റ്റിലെ അവസാന മത്സരവും സെമി ഫൈനലും ജയിച്ച ഒരു ടീമാണ്. തീർച്ചയായിട്ടും അങ്ങനെ വിന്നിങ് കോമ്പിനേഷൻ സാധാരണ മാറ്റാറില്ല. പക്ഷേ ഇന്നത്തെ ക്രിക്കറ്റിൽ, ആധുനിക ക്രിക്കറ്റിൽ താരങ്ങളെ എതിരാളികൾ വേഗത്തിൽ മനസ്സിലാക്കുകയും അവരുടെ പോരായ്മകൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വിന്നിങ് കോമ്പിനേഷൻ ആണെങ്കിൽ പോലും ഫൈനലിൽ അപ്രതീക്ഷിത മാറ്റങ്ങളുമായിട്ട് ഇറങ്ങി എതിരാളികളെ പെട്ടെന്ന് ഞെട്ടിച്ച് അവരുടെ ഗെയിം പ്ലാനിനെ പൊളിക്കുക എന്ന് പറയുന്നൊരു തന്ത്രമുണ്ട്. അത് ബാറ്റിംഗ് ഓർഡറിലും ബൗളിങ്ങിലും എല്ലാം അനിവാര്യമായ അതാണ്. കാര്യം നമുക്ക് ഒരേ സ്ട്രക്ചറിൽ കളിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും മറ്റ് ടീമുകൾ നമുക്കെതിരെ വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഒരു അടവുകൾ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ വേണം. കാരണം ഇന്ത്യയുടെ ബൗളിങ്ങിൽ ഇപ്പോഴും വലിയൊരു പ്രോബ്ലം അവശേഷിക്കുന്നുണ്ട്. കാര്യം ഇന്ത്യയുടെ ബൗളിങ്ങിന് അത്രത്തോളം താളം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ബുംറയുടെ ഓവറുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ 250 റൺസൊക്കെ ചേസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ എതിരാളികളെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് അവരെ പെട്ടെന്ന് അനാവശ്യ ഷോട്ടുകൾ കളിപ്പിച്ച് ഔട്ടാക്കിക്കുന്നതാണ് ഒരു പൊതുവെയുള്ളൊരു തന്ത്രം. പക്ഷേ സെമി ഫൈനലിൽ കണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലണ്ടിനെ പോലൊരു ടീം, യങ്സ്റ്റേഴ്സാണ്, അവർ പോലും പെർഫോം ചെയ്ത് മുന്നോട്ട് പോവുകയും പിന്നെ ബുംറയുടെ മാന്ത്രിക ഓവറിൽ കൂടെ ജയിക്കുന്നതാണ് കണ്ടത്. 250 സ്കോറിനെ നമ്മൾ എന്ന സ്കോർ മുന്നോട്ട് വയ്ക്കുമ്പോൾ വളരെ വലിയൊരു വിജയമായിരിക്കും എല്ലാ ടീമും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പരാജയമാണ്. വരുൺ ചക്രവർത്തിയെ പോലുള്ള ബോളർമാരെ എതിരാളികൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ന്യൂസിലൻഡിനെ കണ്ടുപിടിച്ചാൽ ന്യൂസിലൻഡ് വേൾഡ് കപ്പ് വിജയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നേടിയിട്ടില്ല എങ്കിലും ഇന്ത്യയെക്കാൾ റേറ്റിങ്ങിലൊക്കെ താഴെയാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന താരങ്ങളാണ്. അവർ സാഹചര്യം പെട്ടെന്ന് പൊരുത്തപ്പെടും. അസാമാന്യ പ്രതിഭകളാണ് അവർ ഏത് സമയം വേണമെങ്കിലും ഏത് ലെവലിലും കളിയെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറവുകൾ പരിഹരിച്ചേ മതിയാകും. അത്തരം മാറ്റങ്ങൾ ടീമിലുണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ടീം അൺചേഞ്ച്ഡ് ആയിരിക്കും. പക്ഷേ രമേശ് പറഞ്ഞത് കറക്റ്റാണ്. ഈ വരുൺ ചക്രവർത്തിയെ മാറ്റി സിറാജിനെ പരീക്ഷിക്കാവുന്നതാണ്. മുഹമ്മദ് സിറാജ് നല്ലൊരു ഓപ്ഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പിന്നേഴ്സിനെല്ലാം എതിരാളികൾ അത് റീഡ് ചെയ്യുകയും നന്നായിട്ട് തന്നെ ഹിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പം തന്നെ അവസാന ഓവറിൽ കഴിഞ്ഞ തവണ എറിഞ്ഞതാരാണ്? ശിവൻ ദൂബെയാണ്. കാര്യം അതൊരു പേസ് ബോളറെ കൊണ്ട് എറിഞ്ഞില്ലായിരുന്നെങ്കിൽ തോറ്റുപോകുമെന്നൊരു ഭയം ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പം ഈ അവസാന ഓവറുകൾ എറിയാൻ പ്രത്യേകിച്ച് നല്ല യോർക്കറുകൾ കൊണ്ട് മാത്രമേ ബാറ്റ്സ്മാൻമാരെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പം സിറാജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശം ബോളർ അല്ല, അതുപോലെ ബുദ്ധിമാനായ ബോളറാണ്. ബുംറയ്ക്കൊപ്പം നിൽക്കുന്ന ബോളറാണ് സിറാജിൻ്റെ ദിവസത്തിൽ സിറാജിന് എന്ത് അത്ഭുതവും എവിടെയും കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആവശ്യമുള്ള സമയത്ത് സിറാജ് ഇന്ത്യക്ക് നല്ല വിജയങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ ബുംറയുമായിട്ട് കളിക്കുമ്പോൾ എപ്പോഴും സിറാജിൻ്റെ പ്രകടനം മോശമാണെന്നല്ല, ബുംറയുടെ പ്രകടനമായിരിക്കും ഒരു സപ്പോർട്ടറുടെ റോളിലായിരിക്കും ഇദ്ദേഹം എപ്പോഴും നിൽക്കുന്നത്. ആ സപ്പോർട്ടറുടെ റോള് ഈ ഫൈനലിൽ അനിവാര്യമാണ്. അതുകൊണ്ട് സിറാജ് കളിക്കുന്നതാണ്. ഒരു സ്പിന്നറെ കുറച്ചാലും കുഴപ്പമില്ല, സിറാജ് കളിക്കുന്നതായിരിക്കും നല്ലത്. അതെ, പക്ഷേ വിന്നിങ് കോമ്പിനേഷൻ മാറ്റം വരുന്ന ഇന്ത്യൻ മാനേജ്മെൻറ്റ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് വരുൺ ചക്രവർത്തി ഒരു കളിയല്ലേ 2 കളി അടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു ബ്രേക്ക് ബൗളറാണ്. അതായത് അയാൾ വന്ന ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്ന ഒരു ശീലം പുള്ളിക്കുണ്ട്. പുള്ളിയുടെ ഈ നമ്മുടെ ഹർഷദീപ് സിംഗും ഇദ്ദേഹവും ഇവർ രണ്ടുപേരും ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്നതിൽ വിദഗ്ധരാണ്. ഈ വരുൺ ചക്രവർത്തിയും ഹർഷദീപ് സിംഗും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ചക്രവർത്തിയെ മാറ്റുന്ന കാര്യത്തിൽ ഇന്ത്യൻ ടീം അങ്ങനെ ഒരു റിസ്കിന് തയ്യാറാകുമെന്ന് തോന്നുന്നു. ഹർഷദീപിനെ പറ്റി പറയുകയാണെങ്കിൽ 2020 അടുത്ത കാലത്ത് ഇന്ത്യക്കുണ്ടായ ഏറ്റവും നല്ല മികച്ച ബോളർമാരിലൊരാളാണ് ഹർഷദീപ്. കാര്യം പുള്ളി പവർ പ്ലേയിൽ സ്ഥിരമായി ലെഫ്റ്റ് ഹാൻഡ് എടുക്കും. ലെഫ്റ്റ് ഹാൻഡ് വെറൈറ്റി കൊണ്ടുവരുന്ന, ഇന്ത്യൻ ബോളിങ്ങിന് ഒരു വെറൈറ്റി കൊണ്ടുവരുന്ന പുള്ളിയാണ്. പക്ഷേ വരുൺ ചക്രവർത്തി വലിയ വെറൈറ്റിയിലാണ് പന്തെറിയുന്നതെങ്കിലും ഇപ്പം അങ്ങനെയല്ല കാണുന്നത്. കാടനടികൾ മേടിക്കുന്നു. പുള്ളിക്ക് അങ്ങനെ ഒരു പുള്ളിയുടെ കോൺഫിഡൻസിനൊരു ഇളക്കം തട്ടിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഈ സിക്സുകൾ അടിക്കുന്നത് മറ്റ് ബോളർമാരെ മാനസികമായി തളർത്താറുണ്ട്. ഇപ്പോൾ പുള്ളിയെ ഇങ്ങനെ അടിക്കുമ്പോൾ അത് അക്സറിനെ ബാധിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും ഫിൻ അലൻ, ടിം സേഫർട്ട് രണ്ടുപേരും നല്ല ഫോമിലാണ്. അതായത് ന്യൂസിലൻഡ് ആദ്യത്തെ കളിയിൽ നിന്നുള്ള ആദ്യ ഘട്ടങ്ങളിൽ ഗ്രൂപ്പിലും സൂപ്പർ 8ലും ഒക്കെയുള്ള ആ ഒരു ഉഴപ്പ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ആ സെമി ഫൈനലിൽ നമുക്ക് മനസ്സിലാകുന്നത്. അവർ രണ്ടുപേരും
പിന്നെ അവർ ഇതുവരെ അധികം ഉപയോഗിക്കാത്ത 2 ബൗളേഴ്സ് ഉണ്ട്, ജിമ്മി നീഷവും മറ്റേ ഫെർഗൂസൺ എപ്പോഴും ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള ബൗളറാണ് ഫെർഗൂസന്റെ ഭയങ്കര വെറൈറ്റി മാത്രമല്ല, വേഗത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ എപ്പോഴും കൊടുക്കുന്നത് ഈ അമിത വേഗത. അതെ, ഫെർഗൂസനെ ഷോർട്ട് ബോൾ എറിയും, അതുപോലെ സ്ലോ ബോൾ എറിയും, ഒരേ സമയം തന്ത്രശാലിയ ബോളറാണ്. പലപ്പോഴും ഫെർഗൂസന്റെ പന്തിലാണ് സഞ്ജു സാംസൺ ഔട്ടായിട്ടുള്ളത്. ഫെർഗൂസൻ അത് IPL കളിക്കുമ്പോഴാണെങ്കിലും അതല്ലാതെ നമ്മളിപ്പം ഈ ഫെർഗൂസനെ പോലുള്ള ബോളറാണ് ആർച്ചറും വേഗതയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ആർച്ചർക്ക് എപ്പോഴും നിരന്തരം വിക്കറ്റ്. പക്ഷേ ആർച്ചറെ നേരിട്ടതിലൂടെ സഞ്ജുവിനൊരു വല്ലാത്ത ഒരു ആത്മവിശ്വാസം ഉണ്ട്. അതേപോലെ തന്നെ ആർച്ചറെ കളിച്ച രീതിയുണ്ട്. അതേ രീതി ഫെർഗൂസനെതിരെ പ്രയോഗിച്ചാൽ നമുക്ക് എപ്പോഴും മികച്ച ബോളർമാരെ കടന്നാക്രമിക്കുകയല്ല, വെയിറ്റ് ചെയ്തിട്ട് മോശം ബോളുകളെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. സഞ്ജു പലപ്പോഴും ഈ ഫോം ഔട്ട് ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന എല്ലാ പന്തുകളെ അടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇനി അത് ആവശ്യമില്ല, സഞ്ജു കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വെയിറ്റ് ചെയ്യാം, മോശം ബോളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ കവറിൽ കളിക്കാം, ക്രോസ് ബാറ്റ് കളിക്കേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ സഞ്ജു 2 കളികളുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഭാഗ്യത്തിൻ്റെ കാര്യം കൂടെയാണ്. ഒരു ദിവസം ഒരു പന്ത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തായി പോയി എങ്ങനെ എടുത്താലും. പക്ഷേ ഫെർഗ്യൂസൻ്റെ ഒരു ഭീഷണിയെ സഞ്ജുവിന് നേരിടാൻ പറ്റണമെങ്കിൽ സഞ്ജു ആണിപ്പം ഇന്ത്യയുടെ ഒരു ആങ്കർ റോളിൽ കളിക്കുന്ന ബാറ്റ്സ്മാൻ 2 കളികളായിട്ട്. അതുകൊണ്ട് തന്നെ മറ്റേ എൻഡിൽ കളിക്കുന്ന ആൾ ആക്രമിച്ച് കളിക്കുകയും ബോളിങ്ങിനെ നശിപ്പിക്കുകയും ചെയ്താൽ സഞ്ജുവിനൂടെ വളരെ കൂളായിട്ട് കളിക്കാൻ പറ്റും. അതിന് അഭിഷേകിന് കഴിയുമോ എന്നുള്ളതാണ്. നന്നായി ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറകെ സഞ്ജു എത്തും. പിന്നീട് ഇവരെ 2 പേരും കൂടെ ചേർന്ന് ഒരു 100 റൺസിന്റെ പാർട്ണർഷിപ്പ് ഒക്കെ വന്നാൽ ഇന്ത്യ നല്ല. പക്ഷേ അഭിഷേകിന് അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ന്യൂസിലൻഡ് എപ്പോഴും ന്യൂ ബോൾ കൊടുക്കുന്നത് സ്പിന്നറിനായിരിക്കും. അതെ, സ്പിന്നറിന് കൊടുക്കുമ്പോൾ അഭിഷേക് താളം തെറ്റും. അഭിഷേക് എപ്പോഴും ഫാസ്റ്റ് ബോളേഴ്സിനെ കോരി വിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അവർ മിക്കവാറും ഫിലിപ്സിനെ കൊണ്ട് എറിയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഫസ്റ്റ് ഓവർ. അയാൾ ഓഫ് സ്പിന്നറാണ്. ഞാൻ പറഞ്ഞില്ലേ, ന്യൂസിലൻഡ് ടീമിലെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് പറയാവുന്ന ആളാണ് ഗ്ലെൻ ഫിലിപ്സ്. അതുപോലെ അവരുടെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആദ്യ ഓവറുകളിലെ ആ സ്പിൻ വെല്ലുവിളി ഇന്ത്യ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. ഫാസ്റ്റ് ബോളിങ്ങിന് ഇന്ത്യ എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യും. പക്ഷേ ന്യൂസിലൻഡിൻ്റെ സ്പിന്നർമാർ പവർ പ്ലേയിൽ എറിയാൻ വന്നാൽ സഞ്ജു ആവട്ടെ, അഭിഷേക് ആകട്ടെ, അല്ലെങ്കിൽ പിന്നെ വരുന്ന ഇഷാൻ കൃഷ്ണ ആവട്ടെ, ഇവർ 3 പേരും എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. വേറൊരു രസമുണ്ട്. ഈ രജിൻ രവീന്ദ്ര അവരെ ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാനാണ്. പക്ഷേ അയാളൊരു ബൗളറായിട്ടാണ് ഈ വേൾഡ് കപ്പിൽ തിളങ്ങിയിരിക്കുന്നത്. അതേസമയം അവരെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള അവരെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മിറ്റ്നൽ സാന്റിനർ ഇപ്പോൾ ഒരു ബാറ്റ്സ്മാനായിട്ടാണ്. സാന്റിനർ എന്ന് പറഞ്ഞാൽ വളരെ പക്വതയുള്ള ഒരു ബോളറാണ്. വളരെ കാമാണ്, കൂളാണ്. ഏത് സമയം വേണമെങ്കിലും പുള്ളിക്ക് കളിയെ മാറ്റിമറിക്കാൻ പറ്റുന്ന, ഇപ്പം ഡാനിയൽ വെട്ടോരി നമ്മൾ ആ ഗണത്തിൽപ്പെടുന്ന ഒരു ബോളറെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും അല്ല, അദ്ദേഹം ഒരു ബാറ്റിംഗ് പൊസിഷനിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം കാഴ്ചവെച്ചൊരു കളി ശ്രീലങ്കയെ തകർത്ത് കളഞ്ഞത് പുള്ളിയുടെ ഒറ്റ ബാറ്റിങ്ങിലാണ് ശ്രീലങ്ക പൊളിഞ്ഞു പോയത്. അവസാനം നിസാര സ്കോറിൽ ഒതുങ്ങേണ്ട ന്യൂസിലൻഡാണ് ശ്രീലങ്കയ്ക്ക് മുന്നിൽ 170ഓളം റൺസ് അടിക്ക് കൂട്ടുകയും അവസാനം എറിഞ്ഞു വീഴ്ത്തുകയും ചെയ്തത്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം അഹമ്മദാബാദിലെ പിച്ചാണ്. നമുക്ക് കഴിഞ്ഞ തവണ അബദ്ധം പറ്റി. കഴിഞ്ഞ തവണ സൗത്ത് ആഫ്രിക്കയിലുള്ള കളിയിൽ ടോസ് കിട്ടിയത് ഇന്ത്യക്കാണ്. ഇന്ത്യ അന്ന് സെക്കൻഡ് ബാറ്റിംഗ് ആണ് പ്രിഫർ ചെയ്തത്. ഫസ്റ്റ് ബാറ്റിംഗ് സൗത്ത് ആഫ്രിക്കയെ വിട്ടു. അവർ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്കോറാണ് അടിച്ചത്. പക്ഷേ അവിടെ ചീട്ടുകൊട്ടാരം പോലെ ഇന്ത്യ തകർന്നുപോയി. അവിടെ ആ പിച്ചിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല 1 ലക്ഷത്തോളം കാണികളാണ് വരുന്നത്. പിന്നെ ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം ചിലപ്പോൾ മത്സരം കാണാൻ വന്നെന്നിരിക്കും. അതേപോലെ ഒരു 2023 ഫൈനലിൽ ഇന്ത്യ അവിടെ തോക്കുകയും ചെയ്തിട്ടുള്ള. അതെ, ഇന്ത്യക്ക് അങ്ങനെയുള്ള ഒരു ശരിയാണ്. അവിടെ നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ തോറ്റ് ഓസ്ട്രേലിയ അടിച്ച് തകർപ്പണമായി. ഓസ്ട്രേലിയയോട് ഇന്ത്യ കഷ്ടപ്പെട്ട് അടിച്ച റൺസ് അവർ വന്ന് 30 ഓവറിൽ അടിച്ചുകൊണ്ടാണ് പോയ വേൾഡ് കപ്പിൽ. അത് വളരെ നാണം കെട്ട ഒരു തോൽവി. അതുപോലെ T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലും ഇന്ത്യക്ക് ഇതുപോലെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഫൈനലിൽ തോറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എന്തായാലും നാളെ നടക്കുന്ന ഈ കളി, അതായത് ടീമല്ല ഫൈനലിൽ ജയിക്കാൻ പോകുന്നത്, ഒരു കോൺഫിഡൻസ്, അതെ, മാനസിക സമ്മർദ്ദം മറികടക്കുക. അതാണ് അത്. ഇപ്പം ഇതേ ടീമുമായി പോയാൽ പോലും മാനസിക സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ തോറ്റുപോകും. ആരാണ് പ്രഷറിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇന്ത്യയാണോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും 1 ലക്ഷം വരുന്ന നമ്മുടെ കാണികളുടെ മുന്നിലാണ് കളിക്കുന്നത്. അതിന്റെ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പതർച്ച നേരിട്ടാൽ, ഒരു ചെറിയ ഒരു കൊളാപ്സ് ആദ്യത്തെ ഓവറുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് പിടിച്ചു കയറാൻ പാടായി. പക്ഷേ ന്യൂസിലൻഡിന് പിന്നെയും പിടിച്ചു കയറാൻ പറ്റും. അവർക്ക് ഈ പറയുന്ന ജിമ്മി നീഷമും ഫെർഗൂസനും ഒക്കെ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ആൾക്കാർ.
അവസാനം വന്ന് അവർ അത്യാവശ്യം കാടൻ അടി അതുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ 4 ബാറ്റ്സ്മാൻമാരുടെ പ്രകടനമാവും വിധി നിർണ്ണയിക്കും. വിധി നിർണ്ണയിക്കും. അതുപോലെ തന്നെ ബൗളേഴ്സ് വരുൺ ചക്രവർത്തിയുടെ ഫോം മാത്രമാണ് ഇപ്പൊ ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് ഒരു 250 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ന്യൂസിലൻഡിന് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്ത പോലെ ബാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അത് പറ്റത്തില്ല. ഇന്ത്യക്ക് ജയം ഉറപ്പിക്കാം. ഒരു 230 മുകളിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ ഇന്ത്യക്ക് ജയം ഉറപ്പിക്കാം. അതേപോലെ ന്യൂസിലൻഡാണ് ആദ്യം ബാറ്റ് ചെയ്യണത്, അവരെ 160 റൺസിൽ ഒതുക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റൂ. എന്തായാലും നാളെ അഹമ്മദാബാദിലെ 1 ലക്ഷം കാണികളുടെ മുന്നിലാണ് ഇന്ത്യ ഏറ്റുമുട്ടാൻ പോകുന്നത് ന്യൂസിലൻഡുമായിട്ട്. തുടർച്ചയായി 2ാമത് വർഷവും കപ്പ് നേടി ഓസ്ട്രേലിയയെ പോലെ ഒരു ടീമായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.